യുവരാജ് ഗോകുൽ, അപ്പോൾ അന്ന് ആ സമരത്തിൻ്റെ സമയത്ത് അന്ന് ബേക്കറി ജംഗ്ഷനിൽ ഒരു ചെറിയ കല്ലേർ ഉണ്ടാകുന്നുണ്ട്. ആ കല്ലേർ ഉണ്ടാകുമ്പോൾ തന്നെ വലിയ ഒരു സ്ഫോടനാത്മകമായ സാഹചര്യം ഉണ്ടാവുകയും അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ അങ്ങോട്ടേക്ക് നടന്നു വന്ന് അണികളെ സമാധാനിപ്പിക്കുന്നതുമൊക്കെ ആ ദിവസത്തെ കാഴ്ചയാണ്. ഇപ്പം നമ്മുടെ ജനറേഷൻ്റെ ഓർമ്മകളിൽ അതിനു മുൻപോ അത് കഴിഞ്ഞോ അങ്ങനെ ഒരു സമരം കേരളം കണ്ടിട്ടില്ല. അപ്പോൾ കാസർഗോഡ് മുതലുള്ള പ്രവർത്തനം അങ്ങോട്ടേക്ക് വരുന്നു. എന്താണ് 1,00,000-ഓളം ആളുകൾ, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 50,000 ആളുകളെങ്കിലും ആ സെക്രട്ടറിയുടെ ആ പരിസരത്തിൽ മാത്രമായി നിൽക്കുന്നു. ഒരുപക്ഷെ പാർട്ടി നേതൃത്വം തിരിച്ചറിയുന്നുണ്ട് ഇത് പിടിവിട്ടു പോകുമോ എന്ന ഒരു തോന്നലിൽ സമരം അവസാനിപ്പിച്ചേക്കാം എന്നൊരു ചർച്ചയ്ക്ക് ഇനിഷ്യേറ്റീവ് CPM തന്നെ എടുത്താണെങ്കിൽ അതൊരു തെറ്റ് കാണാനുണ്ടോ ശ്രീ യുവരാജ് ഗോകുൽ? ഹാഷ്മി, ഇതിനകത്ത് BJP ഉന്നയിച്ച ആരോപണത്തെ സാധൂകരിക്കുന്ന തലത്തിലാണ് ഇവിടെ സംസാരിച്ച 3 പേരും സംസാരിച്ചിരിക്കുന്നത്. ഒരു തിരുവനന്തപുരത്തുകാരൻ എന്നുള്ള നിലയിൽ മറ്റുള്ള ജില്ലക്കാരെ പോലെ അല്ല, ഒരല്പം ചിരിയോടുകൂടി അല്ലാതെ നമുക്ക് ഈ സമരത്തെക്കുറിച്ച് ഓർക്കാൻ സാധിക്കില്ല എന്നുള്ളതുണ്ട്. അത് പിണറായി വിജയൻ വന്നിട്ട് അവിടെ സമാധാനിപ്പിക്കുകയും സ്ഫോടനാത്മകമായ അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്തൊന്നുമല്ല. ചാണ്ടി ചാണ്ടി ഉമ്മൻചാണ്ടി അല്ല, എന്താ ചാണ്ടി ചാണ്ടി ചണ്ടിച്ചാണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ മുദ്രാവാക്യമൊക്കെ വിളിച്ചുകൊണ്ട് ഈ ബേക്കറി ജംഗ്ഷനിൽ നിന്നൊക്കെ കയറി വരുന്ന കാഴ്ചകൾ എനിക്കിന്നും ഓർമ്മയുണ്ട്. ഇങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഉമ്മൻചാണ്ടി നിന്നെ ഞങ്ങൾ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് വന്നവര് ഒരു 24 മണിക്കൂർ കഴിയുമ്പോൾ മണിച്ചിത്രത്താഴിൽ ഗണേശന്റെ പിറകിലിരുന്ന് പോകുന്ന ഇന്നസെന്റിന്റെ മുഖഭാവത്തോടു കൂടി തിരുവനന്തപുരം വിട്ടുപോകുന്നത് ഇന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിരിയോടുകൂടി മാത്രം തിരുവനന്തപുരത്തുകാർക്ക് ഓർക്കാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. അതെന്തോ ആയിക്കൊണ്ട് പോട്ടെ. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ BRM ഷഫീർ അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമരം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തുതീർപ്പിൻ്റെതായ വഴികൾ തുടങ്ങുമെന്ന്. അതായത് ഒത്തുതീർപ്പിൻ്റെ വഴി അവർ തുടങ്ങിയെന്നും ശ്രീ ജോൺ മുണ്ടക്കയം പറഞ്ഞതിനെ തള്ളുന്നില്ല എന്നുമുള്ള തലത്തിലാണ് ശ്രീ BRM ഷഫീർ ഇവിടെ സംസാരിച്ചത്. അതുപോലെ തന്നെ ശ്രീ ജയ്ക്ക് അദ്ദേഹവും പറയുന്നുണ്ട്, സമരത്തിന് ഞങ്ങൾ പല മുദ്രാവാക്യങ്ങളും വെക്കും. അദ്ദേഹം വളരെ കാവ്യാത്മകമായ ഭാഷയിൽ രണോത്സുകത അത് ഇത് എന്നൊക്കെ പലതും പറഞ്ഞെങ്കിലും അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇത്രയേ ഉള്ളൂ, ഞങ്ങളങ്ങനെ പല മുദ്രാവാക്യങ്ങളും ഒക്കെ പറയും, പക്ഷേ ഏറ്റവും അവസാനം എത്തുമ്പോഴേക്കും ഞങ്ങൾ കിട്ടുന്നതും വാങ്ങിക്കൊണ്ട് സമാധാനപ്പെട്ട് പിരിഞ്ഞു പോകും എന്നൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചു വന്നത്. പിന്നെ ശ്രീ ജോൺ മുണ്ടക്കയം അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു, TP ചന്ദ്രശേഖരൻ, ഹാഷ്മി ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, TP ചന്ദ്രശേഖരൻ വധക്കേസിൽ എന്തെങ്കിലും ഒരു ഡീല് നടന്നതോ കോംപ്രമൈസ് നടന്നതായിട്ടോ അങ്ങേക്ക് അറിയാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ അദ്ദേഹവും കേട്ടിട്ടുണ്ട് എന്നുള്ള തലത്തിൽ, അതിപ്പോൾ BJP ആരോപണം ഉന്നയിച്ചപ്പോഴല്ല മുമ്പ് തന്നെ അദ്ദേഹവും കേട്ടിട്ടുണ്ട് എന്നുള്ള തലത്തിലാണ് അദ്ദേഹവും മറുപടി പറയുന്നത്. BJP പറഞ്ഞതും ഇത്രയേ ഉള്ളൂ, അതായത് ഈ സമരം ഒരു പ്രഹസന സമരമായിരുന്നു. അവരൊരു സമരം തുടങ്ങി, ടോയ്ലറ്റുകളൊക്കെ പൂട്ടിയിട്ടു, ചില പ്രത്യേക തരത്തിലുള്ള സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ ഈ വന്നുകൂടിയ സഖാക്കൾക്ക് മേലുണ്ടായി. എങ്ങനെയെങ്കിലും ഈ സമരം ഒന്ന് നിർത്തിപ്പോയാൽ മതി എന്നുള്ള സഖാക്കൾ വന്നു. പ്രകൃതിയുടെ വിളി, ടോയ്ലറ്റ് ഇല്ല എന്നൊക്കെ വെറുതെ പറഞ്ഞു. അതൊക്കെ കൃത്യമായ സംഘാടനം. ഇപ്പോൾ അന്ന് ഈ ബേക്കറി ജംഗ്ഷനിലാണ് കാസർഗോഡ് നിന്ന് വന്ന എന്താണ് സമരക്കാർക്ക് അറേഞ്ച്മെന്റ് നിർത്താൻ അതിനൊരു മേൽനോട്ടം ഉണ്ടായിരുന്നു. കാര്യം നമ്മളൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലേ, അവിടെ നേരിട്ട് പോയ ആൾക്കാരാണ്. അവിടെ സംഘാടനം ഉണ്ടായിരുന്നു. അവിടെ ജഗതിയിലൊരു മൈതാനം എന്താണ് ഈ ടാർപ്പാവൊക്കെ വിരിച്ച് സംവിധാനം ഒരുക്കിയിരുന്നു. അതുകൊണ്ട് ഈ പ്രകൃതിയുടെ വിളി എന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ്, അതൊന്നുമല്ല. അതിനൊക്കെയുള്ള സംഘാടനം ചെയ്തിരുന്നു CPM. യുവരാജ് ഗോകുൽ, ശരി, അപ്പൊ പ്രകൃതിയുടെ വിളി ഇല്ലാന്നുണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് ശരി അപ്പോൾ ആരോപണം ഇല്ലാന്നുണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് ആ സമരം നിർത്തിപ്പോയി എന്നുള്ള കാര്യം അവർ പറയണം. CPM-നെ പോലെ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരുപാട് സമരങ്ങൾ കേരളത്തിൽ ചെയ്ത ചരിത്രമുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്രയധികം കോലാഹലങ്ങളും സന്നാഹങ്ങളുമായിട്ട് വന്നതിന് ശേഷം ഇവിടുന്ന് പിന്തിരിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു ഡീൽ എന്നുള്ള കാര്യം അവർ പറയണം. ഒരു ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയുന്ന വളരെ നിസ്സാരമായിട്ടുള്ള, കേരളം കേട്ട് തഴമ്പിച്ചിട്ടുള്ള ഏത് മന്ത്രിസഭ വന്നാലും ഏത് ആരോപണം വന്നാലും ഒരു ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയുന്നത് ഒരു പ്രഹസനമായിട്ടുള്ള പല കാര്യങ്ങളുമായിട്ടാണ് പലപ്പോഴും നിലനിന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചെറിയ ആവശ്യവും മാത്രവുമായിട്ട് CPM പിന്തിരിഞ്ഞു പോകുമോ? പോകില്ല എന്നുള്ളതാണ്. അതിനവർക്ക് കൃത്യമായിട്ടൊരു കോംപ്രമൈസ് ഡീൽ ഉണ്ടായിരുന്നു. ആ കോംപ്രമൈസ് ഡീൽ എന്ന് പറയുന്നത് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ യഥാർത്ഥ പ്രതികളെ രക്ഷിച്ചുകൊള്ളാം എന്നുള്ള ഡീലായിരുന്നോ? ആ കോംപ്രമൈസ് ആയിരുന്നോ? ഇതിന് മറുപടി പറയാൻ UDF-ഉം ബാധ്യസ്ഥമാണ്, LDF-ഉം ബാധ്യസ്ഥമാണ്. UDF-ലിരിക്കുന്ന KK രമ ഉൾപ്പെടെയുള്ളവർ, RMP ഉൾപ്പെടെയുള്ളവർ, അവർ ബാധ്യസ്ഥരാണ്. കൃത്യമായിട്ടും ഈ വിവരം എന്തായിരുന്നു എന്നുള്ള കാര്യം പൊതുജന സമൂഹത്തിന്റെ മുൻപിൽ പറയുവാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമരങ്ങൾ കഴിഞ്ഞ 60-70 വർഷങ്ങളായിട്ട് കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമരങ്ങളുടെ ഒരു പതിപ്പ് മാത്രമാണിത്. ഈ സോളാർ വിഷയത്തിൽ മാത്രമാണ് പിന്നീട് തുടർന്ന് ഇങ്ങോട്ടും ഒരുപാട് തലത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതായത് എന്താണ്, ഇപ്പോൾ നേരത്തെ പണ്ട് ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററായിരുന്ന ഒരു വ്യക്തി അദ്ദേഹം വന്നൊരു വെളിപ്പെടുത്തൽ നടത്തുന്നു ഉമ്മൻചാണ്ടിയുടെ മരണത്തോടു കൂടി. ഇപ്പൊ ശ്രീ ജോൺ മുണ്ടക്കയത്തിനെ പോലെ വളരെ ബഹുമാന്യനായ ഒരു മാധ്യമ പ്രവർത്തകർ. അപ്പൊ ഈ സോളാറിന്റെ ബാധ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ബാധയാണോ എന്ന് മനസ്സിലാവുന്നില്ല.
ഒരുപാട് വന്നു. ഇപ്പൊ ഞാൻ പറയുന്നത് മാധവൻകുട്ടിയുടെ വെളിപ്പെടുത്തൽ അല്ല, മാത്രമല്ല, ഒരുപാട് അത് ഗണേഷ് കുമാർ, സോളാർ കേസ് കഴിഞ്ഞ ഒരു CBI 10-11 റിപ്പോർട്ട് വർഷമായിട്ട് അതിങ്ങനെ നിലനിന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അത് നിലനിന്നുകൊണ്ട് പോട്ടെ. അപ്പൊ ചോദിക്കാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. CPM എന്തായാലും ഒരു ചെറിയ സമരമല്ല, ഇത്രയും സന്നാഹത്തോടു കൂടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു സമരമാണ്. ആ സമരം ജുഡീഷ്യൽ അന്വേഷണം പോലെ വളരെ നിസ്സാരമായിട്ടുള്ള നമ്മൾ കേട്ട് തഴമ്പിച്ച ഒരു ആവശ്യവുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യം നേടിയെടുത്തുകൊണ്ട് ഇത് പിന്തിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ഡീല് നടന്നിട്ടുണ്ട്. ആ ഡീൽ എന്താണ് എന്നുള്ള കാര്യമാണ് പൊതുജനത്തിന് അറിയേണ്ടത്. അത് പൊതുജനത്തിന് മുമ്പിൽ പറയാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ UDF ബാധ്യസ്ഥരാണ്, LDF ബാധ്യസ്ഥരാണ്.